ഐസറിലേക്കുള്ള എൻട്രൻസ് എക്സാമായ IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. IAT എക്സാമിന്റെ സിലബസ് NCERT സിലബസ് ആണ് 11th 12th ക്ലാസ്സിന്റെ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലെ യൂണിറ്റ്സ് മെഷർമെന്റ് തുടങ്ങി ഫിസിക്കൽ വേൾഡ് തുടങ്ങി അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്ലസ് ടുവിൽ ഉള്ളത് വരെയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആകാം. പക്ഷെ നമുക്ക് ഓരോ സബ്ജക്റ്റിലൊന്നും മാക്സിമം ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണം 15 ആണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സിലബസ് കൃത്യമായിട്ട് നോക്കി പ്ലാൻ ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. സോ ടുഡേ SS ഫിസിക്സ് ക്ലാസിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ മൂന്നാമത്തെ മോഡൽ ഡിസ്കഷൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. സോ അറ്റ് ഫസ്റ്റ് വൺ we can go with the first question. അത് നമ്മുടെ യൂണിറ്റ്സ് ഡയമെൻഷൻ മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ എറർ എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് ക്വസ്റ്റ്യൻസ് മൂവ് ചെയ്യുന്നത്. സോ we can go with the first question. A good question is waiting for you. Look, IAT എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 15 ഒരു 11-12 ക്വസ്റ്റ്യനും ഉറപ്പായിട്ടും ഒരു 2 to 3 കൺസെപ്റ്റ്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. നോക്കൂ, ഹിയർ the pitch and the number of divisions on the circular scale for a given screw gauge are 0.5 mm and 100 respectively. അപ്പോൾ പിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ അറിയാം പിച്ച് എന്ന് പറയുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 0.5 mm ആണ്. ആൻഡ് ദ സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ്, നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 100 ആണ്. എങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് മനോഹരമായിട്ട് കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു പിച്ച് ഡിവിഷൻ ബൈ number of circular scale divisions. So that is equal to 0.5 division by 100. അപ്പോൾ നമുക്ക് exactly you get the value 0.005 mm എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. When the screw gauge is fully tightened without any object, the zero of its circular scale lies 3 divisions below the mean line. The readings of the main scale and the circular scale for thin sheet are 5.5 mm and 48 respectively. The thickness of the sheet is. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഡേറ്റയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അവന് 0 എറർ ഉണ്ട്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ കൃത്യതയോടെ അറിയണം അറ്റ് ഫസ്റ്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, സപ്പോസ് ഈ രണ്ട് ജോസും ഒരുമിച്ച് ചേരുന്ന സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. ആ സമയത്ത് ഇവിടെ തന്നിരിക്കുന്നത് സി ദ സീറോ ലൈസ് ജസ്റ്റ് ബിലോ ദാറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ബിലോ ദ റെഫറൻസ് ലൈൻ. അപ്പോൾ ഓർമ്മയിരിക്കട്ടെ, സീറോ എറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സപ്പോസ് സീറോയുടെ മാർക്ക് ഇവിടെയാണോ വന്നതെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറയാം. അതല്ല, റെഫറൻസ് ലൈനിൽ തന്നെയാണെങ്കിൽ 0 എറർ ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഒബ്സർവ്ഡ് റീഡിങ്ങിനോടൊപ്പം എന്ത് വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ഓർക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള റീഡിങ്ങിനോടൊപ്പം യെസ് നമ്മുടെ സീറോ കറക്ഷൻ എന്താണോ ഉള്ളത് അത് നമ്മൾ ഡീൽ ചെയ്യപ്പെടണം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഇനി സീറോ കറക്ഷൻ എന്താണ്? സീറോ എറർ പ്ലസ് ആണെങ്കിൽ സീറോ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. സോ സീറോ എറർ നെഗറ്റീവ് ആണെങ്കിൽ സീറോ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടത്തെ കേസ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്? സീറോ എറർ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. 3 ഡിവിഷൻ ആണ്. അപ്പൊ 3 × 0.005 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം?
-3 into 0.005. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്സർവ്ഡ് റീഡിംഗ് ആദ്യം കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്ക്രൂ ഗേജിന്റെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. എന്താണ് ഒബ്സർവ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് അല്ലെങ്കിൽ പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് ഏതാണോ സർക്കുലർ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് ഇൻടു ദ ലീസ്റ്റ് കൗണ്ട്. ഇതാണ് ഒബ്സർവ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് റീഡിംഗ് എന്ന് പറയുന്നതോ? യെസ്, അപ്പൊ ആദ്യം നമുക്ക് ഒബ്സർവ്ഡ് റീഡിംഗ് എടുക്കാം. എന്താണ് പിച്ച് സ്കെയിൽ റീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 5.5 mm. സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്താണ് കോയിൻസൈഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? 48 into what is the least count? That is 0.005. അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്സർവ്ഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് റീഡിംഗ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് 5.5 mm plus 48 into 0.005. എന്താണ് സീറോ കറക്ഷൻ? Zero correction is -3 into 0.005. That is equal to, that is a 5.5 plus 0.24 minus 0.015. Then after solving, you get the value as a 5.725 mm. So this is the answer. So we get the answer as that the third choice. അപ്പൊ നമ്മുടെ സീറോ എറർ സീറോ കറക്ഷൻ കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഫൈനൽ ആയിട്ട് നമ്മുടെ കറക്റ്റ് റീഡിംഗ് കിട്ടുക എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് റീഡിംഗ് പ്ലസ് സീറോ കറക്ഷൻ. അപ്പൊ സീറോ കറക്ഷൻ എന്താണ്? അപ്പൊ സീറോ എററിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? അതപ്പോ ആ ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ. എപ്പോഴും നമ്മുടെ റെഫറൻസ് ലൈനിന് താഴെയാണ് സീറോ വരുന്നതെങ്കിൽ when the two jaws are tightened, their zero error is said to be positive. അതല്ല അതിന് മുകളിലാണ് വരുന്നതെങ്കിൽ സീറോ എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. The second question, a good question but a simple one. Come on, try to solve it. A particle starts from the origin at time t equal to 0 and moves along the positive x-axis. The graph of velocity with respect to time is shown in the figure. What is the position of the particle at t is equal to 5 seconds? അപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡിലാകുമ്പോൾ വാട്ട് ഈസ് ദ പൊസിഷൻ? ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഗ്രാഫ് വരുമ്പോൾ എപ്പോഴും രണ്ട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന്, എന്താണ് സ്ലോപ്പ് ഓഫ് ദ ഈ നമ്മുടെ ഗ്രാഫ് നൽകുന്നത്? രണ്ട്, വാട്ട് ഈസ് ദ ഏരിയ നൽകുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങൾ കണ്ടുപിടിച്ചേക്കണേ. ഇവിടെ പൊസിഷനെ കുറിച്ചാണ് നമ്മളോട് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുടെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം അല്ലേ? അപ്പൊ നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ച്, എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് എടുത്താൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം വരുമ്പോൾ ആക്സിലറേഷനിലേക്ക് പോകും. നമുക്ക് അത് നീഡഡ് അല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഏരിയ എടുക്കാം. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻറ്റു ടൈം. സോ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അവിടെ എന്താണ് ആസ്പെക്ട് ആയിട്ട് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കിട്ടാൻ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പൊ നമ്മുടെ ഗ്രാഫിക്കൽ കോൺസെപ്റ്റിൽ എപ്പോഴും ഓർക്കണേ, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് അതിന്റെ സൈൻ ഇട്ട് ഉള്ളത് അതേപടി എടുക്കാൻ വേണ്ടി ഓർക്കണേ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇവിടെ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് വിഷയമില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ. ഇതിന് നമുക്ക് ഫസ്റ്റ് ഏരിയ ആയിട്ട് എടുക്കാം. ഈ ഒരു സെക്ഷനെ നമുക്ക് സെക്കൻഡ് വൺ ആയിട്ട് എടുക്കാം. ആൻഡ് ദിസ് വൺ വി ക്യാൻ ടേക്ക് ആസ് ദ തേർഡ് സെക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ പ്ലസ് 2 പ്ലസ് 3. അപ്പം ഒന്ന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ നോക്കിയേ. എന്താണ് ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ? അതൊരു ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ടൈം 2 ആണ്. അതോടൊപ്പം ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടി. പ്ലസ് വാട്ട് അബൌട്ട് 8? അതൊരു സ്ക്വയർ ആയിട്ടുണ്ട് അല്ലേ? യെസ്, 2 into 2. യെസ്, ഗുഡ്. പ്ലസ് വാട്ട് അബൌട്ട് A3? അതൊരു റെക്ടാംഗിൾ ആയി അല്ലേ? ടൈം ആക്സിസ് എന്താണ്? 5 - 4 1 into 0 to 3 height. So 3.
So that is equal to 2 plus 4 plus 3. So 7 plus 2, you get the value as is equal to 9 meters the location. വളരെ സിമ്പിൾ ആയിട്ട്. അപ്പോൾ എപ്പോഴും ഗ്രാഫിക്കൽ അനാലിസിസ് വരുമ്പോൾ ഓർക്കണം, അതോടൊപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ എപ്പോഴും ഡിഫറൻസിയേഷനും അതോടൊപ്പം ഇന്റഗ്രേഷനും വരുന്ന അതിന്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു പൊസിഷൻ ഡിപ്പെൻഡബിൾ ആണ് ടൈം എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതോടൊപ്പം ആക്സിലറേഷൻ കിട്ടാൻ ഒരിക്കൽ കൂടെ തിരിച്ച പ്രോസസ്സ് ഓർക്കണേ. ആക്സിലറേഷനിൽ നിന്ന് വി ഗെറ്റ് ദ വെലോസിറ്റി ബൈ ജസ്റ്റ് ഇന്റഗ്രേറ്റിംഗ്. So അതോടൊപ്പം if you integrate velocity then you get the position, the displacement. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. A good question from vector. Look in the cube of side A shown in the figure. The vector from the central point of face A B O D to the central point of face B E F O. ഇതിനെ പറ്റി നമ്മൾ വളരെ വ്യക്തതയോടെ നമ്മൾ ചിന്തിച്ചോണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആദ്യം പറയുന്നത് നമ്മുടെ OZ/OX പ്ലെയിൻ ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് വരച്ചേക്കാം, ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് OZ ആണ്, ഇത് OX ആണെന്ന് നമുക്കത്. അപ്പൊ ആ ഒരു പക്ക ക്യൂവിന്റെ സെൻട്രൽ പോയിന്റ് ആണ് G ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ GH കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം G എന്തെന്ന് പഠിക്കണം അല്ലേ? യെസ്, അതാണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട കൺസെപ്റ്റ്. എന്ന് പറയുമ്പോൾ Z എന്ന് പറയുമ്പോൾ നമ്മുടെ K ക്യാപ്പ് അല്ലേ? യെസ്. X എന്ന് പറയുന്നത് നമ്മുടെ I ക്യാപ്പ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ OG എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വെക്ടർ ആൾജിബ്ര മറക്കരുത്. അപ്പൊ അതിന്റെ എപ്പോഴും ഓർക്കണം, അതിന്റെ മിഡിൽ പോയിന്റ് എന്നാണ് നമ്മളോട് പറയാ. അപ്പൊ ഈ G പോയിന്റ് എന്ന് പറയുന്നത് XZ എന്നാണ് മീനിങ്. ആ എക്സിന്റെ വാല്യൂ ആണ്, അത് മിഡിൽ ആയതുകൊണ്ട് A/2 ആണ്. അതേപടി Z എന്ന് പറയുന്നതും ഓർക്കണം, പക്ക മിഡിലായിട്ട് വന്നതുകൊണ്ട് അത് Z എന്ന് പറയുന്നത് A/2 വരും. അപ്പൊ നമുക്ക് എക്സാക്ട്ലി RG ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എന്ന് പറയുന്നത് XI പ്ലസ് 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 ZK എന്ന് നമുക്ക് പറയാം. X എന്ന് പറയുന്നത് is nothing but equal to A/2I plus A/2K എന്ന് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അതേപോലെ നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് BEFO. അപ്പോ അവനെ തന്നെ നമുക്കൊന്ന് വരച്ചു നോക്കാം. യെസ്, അപ്പോ ഓർക്കേണ്ടത് ഇത് Y ആക്സിസ് ആണ്, ഇത് Z ആക്സിസ് ആണ്. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പക്ക മിഡിലാണ്, മറക്കരുത്. അത് നമ്മൾ H എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ആ ഒരു കേസിലെ പൊസിഷൻ വെക്ടർ എന്താണെന്നാണ്. യെസ്, അപ്പൊ നമുക്ക് RH ആണ് നമുക്ക് അവിടെ വേണ്ട പോയിന്റ്. അപ്പൊ അത് ഓർക്കണേ, ഇത് Y ആക്സിസ് ആണ്. അപ്പൊ Y എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് A/2 ആണ് അല്ലെ? പക്ഷെ വെക്ടർ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം അത് J ആണ്. അതോടൊപ്പം തന്നെ ഈ Z ആക്സിസ് ഉള്ളത് A/2 അല്ലേ? അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് K ക്യാപ്പ് അല്ലേ? അപ്പൊ നമുക്ക് A/2J പ്ലസ് A/2K എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഡയറക്ഷനിലുള്ളതാണ്. ഫൈനൽ പൊസിഷൻ H ആണ്, ഇനിഷ്യൽ പൊസിഷൻ G ആണ്. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? RH minus RG, that is our position vector is equal to what? So RH minus RG. അപ്പൊ ഒരേപോലത്തെ കോൺസെപ്റ്റ്സുകൾ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A/2J minus A/2I. So we can say as half A into J minus I. So you get the answer as is equal to the third choice. വളരെ ഗുഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ പൊസിഷൻ വെക്ടർ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ അറിയാമോ? അതിനനുസരിച്ച് ഇതിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വെക്ടറിന്റെ കൺസെപ്റ്റ് ആണ്, മറക്കരുത്. സോ ഡിയർ സ്റ്റുഡൻസ്, SS ഫിസിക്സ് ക്ലാസ്സിലെ ഈ വരുന്ന ഈ മാസത്തിന്റെ അവസാന നാളുകളിൽ CBSE 12th പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു മാസത്തെ ക്രാഷ് പ്രോഗ്രാം അവരുടെ ഫസ്റ്റ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിക്കുന്നു. നിങ്ങളുടെ അടുത്തറിയാവുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യണമേ. സോ അതിൽ അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതോടൊപ്പം അതിനകത്ത് കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസും അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്ററിലും
മിനിമം 5 ക്ലാസ്സസ് ബേസ് ചെയ്തിട്ട് അവരുടെ ഡൗട്ട് ക്ലിയറിംഗ് ഉൾപ്പെടെ തീർത്ത് ഏറ്റവും മികച്ച റിസൾട്ട് നേടിക്കൊടുക്കുവാൻ SS ഫിസിക്സ് ക്ലാസ്സിന് കഴിയും. നിങ്ങളുടെ കുഞ്ഞനുജന്മാരും അനുജത്തിമാരോടും ഷെയർ ചെയ്യാൻ മറക്കരുത്. Question number 4. A conical pendulum of length 1 meter. അതിന്റെ ലെങ്ത് നമുക്ക് തന്നിരിക്കുകയാണ്, that is 1 meter. It makes an angle of 45 degree. So this theta that is given as is equal to 45 degree with respect to the Z axis and moves in a circle in the XY plane. The radius of the circle that is given as is equal to 0.4 meter and its center is vertically below O. Yes, the speed of the pendulum in its circular path will be. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് വളരെ വ്യക്തമായ കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ബോബിന് M മാസ് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. ഒന്ന്, the weight mg that is acting vertically downward. അതോടൊപ്പം നമുക്കറിയാം ആ സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് T എന്ന് പറയുന്ന ഒരു ടെൻഷൻ. യെസ്, എപ്പോഴും നമ്മൾ വെക്ടർ കോൺസെപ്റ്റ് വരുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഫോഴ്സുകളെ അങ്ങനെ നിർത്തണ്ട. അവനെ നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇത് തീറ്റയാണെങ്കിൽ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് പക്ക തീറ്റയാകില്ലേ? അപ്പോൾ ആ ടെൻഷന്റെ കൊസൈൻ കമ്പോണന്റ് അല്ലേ ആ വെർട്ടിക്കൽ കമ്പോണന്റ്? ഇത് ടെൻഷൻ സൈൻ കമ്പോണന്റ് ആയിട്ടും വരില്ലേ? പക്ഷെ ആ ടി സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങോട്ടാണ് അത് ആക്ട് ചെയ്യാൻ? It is acting along the radius towards the center, അല്ലേ? ഉറപ്പിക്കാം. That will provide the necessary centripetal force. Centripetal forceന്റെ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കണേ. രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ. ഒന്ന് m/v²/r എന്നോ r ω² എന്നോ നമുക്ക് കൊടുക്കാം. ഇവിടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം m/v²/r the centripetal force is provided by the component, the horizontal component of tension. അതേപടി vertical concept എന്ന് നോക്കി. അവിടെ എന്താ പറയുന്നേ? The weight mg that is cancelled by that t cos theta. അപ്പൊ ഇത് രണ്ടും തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്തേ. m ക്യാൻസൽ ആയിട്ട് പോയി. vrg is equal to sin theta by cos theta become tan theta. Our aim is to find what is the speed v. So v square is equal to rg into tan theta. We get the speed v is equal to root of rg tan theta. That is the concept. And while putting the values, so r take the value as is equal to 0.4 into that g as a 10 into that tan 45, it becomes 1. So that is equal to root 4. You get the answer as is equal to 2 meter per second. That means our fourth option is the answer. So വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Keep in mind. So based on the circular motion. So dear students, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ please subscribe it, like it, and also please share to your friends. It is needed one. Then only ഇത് ഒത്തിരി സ്റ്റുഡൻസിന്റെ കയ്യിലേക്ക് എത്തുകയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് വരുന്ന ആ ഇൻഫർമേഷന്റെ വാല്യൂ. സോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ടു യു. നിങ്ങളുടെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും അതൊന്ന് കൊടുക്കുക. അവരുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ അതിന് ഒരു ഹെൽപ്പ് ആയിരിക്കും SS ഫിസിക്സ് ക്ലാസ്സസ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. A solid sphere having mass m and radius r rolls down an inclined plane, then its kinetic energy is, that is we need to find. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു റോളിംഗ് ബോഡി വരുമ്പോൾ അവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന് സ്വാഭാവികപരമായിട്ടും എപ്പോഴും ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് ലീനിയർ ആയിട്ടുള്ള കൈനറ്റിക് എനർജിയും രണ്ട് റൊട്ടേഷണൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി പാർട്ട്. അപ്പൊ സപ്പോസ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഇതുമായിട്ട് കമ്പാരിസൺ വരികയാണ്, ടോട്ടൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ ആസ്പെക്ട്സും എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഡിവിഷൻ ബൈ ദ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി
ഒരു സ്പിയർ അത് അതിന്റെ സെൻട്രൽ ആക്സിസിലൂടെ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയാം ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് അതിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്നും ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നും നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഹാഫ് ക്യാൻസൽ ആക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രൂപത്തിലെ ഏത് സിമെട്രിക്കൽ ബോഡീസിനും ആപ്ലിക്കബിൾ ആകുന്ന തരത്തിൽ നമ്മൾ കൊടുത്താൽ എസ് എം ഇൻറ്റു കെ സ്ക്വയർ ഇൻറ്റു ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആസ് ഒമേഗ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ആണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ ദ ഡിവിഷൻ ബൈ എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് again that I is m into k square into v square division by r square. So അവിടെ നിന്ന് നമുക്ക് m into v square എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോ എന്ന് പറയുന്നത് we get as a k square by r square division by 1 plus k square division by r square. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവൻ എന്താണ്, അത് ഓരോ ഓബ്ജക്റ്റിനും ഓരോ തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ സോളിഡ് സ്പിയറിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സോളിഡ് സ്പിയർ അബൌട്ട് ഇറ്റ്സ് സെൻട്രൽ ആക്സിസ് അല്ലെങ്കിൽ ഡയമീറ്റർ ആക്സിസ് എന്ന് പറയുന്നത് 2/5 ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ. എം ക്യാൻസൽ ആയി പോയാൽ നമുക്ക് കിട്ടി ദ നാച്ചർ ഡിറ്റർമിനിങ് ടേം ആസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2/5. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് 2/5 by 1 plus 2/5. So that is equal to 2/5 by that is 7/5. 5 cancel. That is equal to 2/7. So the rotational aspect with respect to its total kinetic energy എന്ന് പറയുന്നത് 2/7 ആണ്. So that may be the concept there. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. ഇതൊരു ഷോർട്ട് കട്ടായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരുന്നോട്ടെ. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ബൈ ദ ടോട്ടൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ബൈ 1 plus k സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇനിയുള്ള പല കേസസ് വരുമ്പോഴും ഈ ഒരു ലോജിക്കൽ ആസ്പെക്ട് എപ്പോഴും ഓർക്കണേ. റൊട്ടേഷണൽ ആസ്പെക്ട്സ് വന്നപ്പോൾ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആവില്ല. ലീനിയർ ആസ്പെക്ട് വന്നപ്പോൾ ഇറ്റ് ബിക്കംസ് 1. ആ തരത്തിൽ ചിന്തിച്ചാൽ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷൻ ആസ്പെക്ട്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ലീനിയർ കൈനറ്റിക് എനർജി ബൈ ദ ടോട്ടൽ കൈനറ്റിക് എനർജി. നമ്മൾ പറഞ്ഞ പോയിന്റ് മറക്കരുത്. ലീനിയർ ഓപ്ഷൻ വരുമ്പോൾ 1 ആണ്. ടോട്ടൽ കൈനറ്റിക് ഇത് റൊട്ടേഷൻ വരുമ്പോൾ അത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസ് എങ്ങനെ എഴുതാം? 1/1 plus 2/5. So you get the value as is equal to 5/7. That is the translation. So exactly you get the answer as the second choice. വളരെ പ്രധാനപ്പെട്ട കേസാണ്. പ്രത്യേകിച്ച് റോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് റിജിഡ് ബോഡി ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ബേസ് ചെയ്തിട്ടുള്ള കേസ്, അതിനകത്ത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ബേസ് ചെയ്തിട്ടുള്ള കേസസ് ഒക്കെ കൃത്യമായിട്ട് തിയറി പഠിച്ചിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ വളരെ ഗുഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. Number 6. The figure shows a system of two concentric spheres of radii R1 and R2 are kept at temperatures T1 and T2. അത് ഈ എൻഡ് ടെമ്പറേച്ചർ T1 ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആയിട്ട് കൺസിഡർ ചെയ്യാം. യെസ്. The radial rate of flow of heat in a substance between the two concentric spheres. അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസ് ഇത് ടോട്ടൽ ആയിട്ട് അതിലൂടെയുള്ള റേഡിയൽ ഫ്ലോ, സാധാരണ കേസിനെ കുറിച്ച് നമുക്ക് കംഫർട്ടാണ്, പക്ഷെ ഇവിടെ റേഡിയൽ ഫ്ലോ ഓഫ് എ സ്പെറിക്കൽ കൺസെപ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഇതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? കാരണം റേഡിയസ് ഓരോ ഇവന്റിലും അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? യെസ്, കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഫ്ലോയ്ക്കും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ സാധാരണ കേസിൽ അങ്ങനെയല്ല. നമുക്കറിയാം ഏരിയ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും. നമ്മളൊരു സിലിണ്ടറിക്കൽ ട്യൂബ് എന്നുള്ള തരത്തിൽ ഒരു വയറൊക്കെ എടുത്ത് നമുക്ക് ചെയ്താൽ മതിയാകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് സൂക്ഷ്മത. ഇപ്പൊ ഇവിടെ നമ്മളോട് ഇന്നർ ഡയമീറ്റർ റേഡിയസ് R1 ആണ്, ഔട്ടർ R2 എന്നാണ് പറയുക. അതിന്റെ ടെമ്പറേച്ചർ T1 T2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ഷെല്ല് അല്ലെങ്കിൽ ഒരു dr തിക്നെസ് ഉള്ള ഒരു ചെറിയ സ്പിയർ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം. So that is the concept.
അപ്പോൾ അവന് ഒരു ചെറിയ തിക്നെസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സെൻട്രൽ എന്ന R എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിലാണെന്നിരിക്കട്ടെ. അപ്പോൾ അവൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് dr ആണെന്നിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടെ നിന്ന് ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് സെൻട്രൽ നിന്ന് മേളിലോട്ട് വരുന്നു എന്നൊരു അസംഷൻ എടുത്താലേ നമ്മുടെ ഇന്നർ ആയിട്ടുള്ളതിന്റെ ടെമ്പറേച്ചർ T ആണെങ്കിൽ ഔട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T മൈനസ് ഐ എം ട്രീറ്റിംഗ് ആസ് എ സ്മോൾ ഡിഫറൻസ് ആസ് T മൈനസ് DT എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ dr തിക്നെസ് ഉള്ളതിൽ നിന്നുള്ള നമ്മുടെ റേഡിയൽ റേറ്റ് ഓഫ് ഫ്ലോ നമുക്കൊന്ന് മാത്തമാറ്റിക്കലി ഒന്ന് എഴുതാൻ നോക്കി. റേഡിയൽ റേറ്റ് ഓഫ് ഫ്ലോ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അത് സാധാരണ രൂപത്തിൽ നമുക്കറിയാം. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് K ഇൻറ്റു A ഇൻറ്റു ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് DT ബൈ DX ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് ബേസ് ചെയ്ത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ K ഇൻറ്റു A ഇൻറ്റു വാട്ട് ഈസ് DT എന്ന് പറയുന്നത് ഓർക്കണേ, ഫൈനൽ എന്ന് പറയുന്നത് T മൈനസ് DT minus T that division by the separation as dr. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ ടിയും ഈ ടിയും ക്യാൻസൽ ആയാൽ മൈനസ് കെ എ ഇൻറ്റു DT ബൈ dr. ആ മൈനസിന്റെ മീനിങ് നിങ്ങൾ ഓർക്കണം, കാരണം നമ്മൾ പോകുന്നത് ലോവർ ടെമ്പറേച്ചർ കൺസെപ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ അവിടെ വന്നു DT എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കണം, ഈ ഏരിയ എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലോ നടക്കുന്നതിനനുസരിച്ച് റേഡിയസ് വ്യത്യാസമായിക്കൊണ്ടിരിക്കും. അടുത്ത ഇൻസ്റ്റന്റിൽ അത് കൂടുകയാണ് അല്ലെ. അപ്പോൾ റേഡിയസിന്റെ രൂപത്തിലേക്ക് നമ്മൾ എഴുതിയാൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഫെറിക്കൽ കോൺസെപ്റ്റിലെ സർഫസ് ഏരിയ ബിക്കം 4πr² ഇൻറ്റു DT ബൈ dr ആയിട്ട് നമുക്ക് എടുക്കാം. So that is nothing but equal to the rate of flow of heat energy with respect to the time ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓർക്കണം, R വ്യത്യാസമാണ്, അതുകൊണ്ട് ഹീറ്റ് ഫ്ലോയും വ്യത്യാസമാണ്. അപ്പോൾ ഒരു ചെറിയ dr നിന്നുള്ള കോൺസെപ്റ്റ് ആണ് DQ എങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഹീറ്റ് ഫ്ലോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയാണ് ആ വ്യത്യാസം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേഷൻ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക. അപ്പൊ അതുകൊണ്ട് ടൈം ഫാക്ടറിനെ ഒരുമിച്ചെടുക്കാം, അതോടൊപ്പം നമ്മളുടെ റേഡിയസ് ഫാക്ടറിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. സോ അങ്ങനെ വരുമ്പോൾ സോ വാട്ട് വി ക്യാൻ സേ ദാറ്റ് സോ DQ ബൈ DT, സോ നമ്മുടെ കയ്യിലേക്ക് dr ഇവിടെ കൊണ്ടുവരാം. സോ DQ ബൈ DT ഇൻറ്റു dr that division by that is r² equal to minus that is 4 pi k into yes that much integral. ഇന്റഗ്രേഷൻ നടത്തുന്നതിന് മുന്നേ നമുക്ക് ഇതിനെ ഒരേ രൂപത്തിലേക്ക് നമുക്ക് എടുക്കാം. ആദ്യം that much into DT. That is very important ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ R1 to R2 ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ R1 to R2 dr by r² equal to 4 pi k into അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ മനസ്സിലോർക്കണം ആസ് T1 to T2. അപ്പൊ ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആസ്പെക്ട്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നോക്കി, DQ ബൈ DT ഇൻറ്റു ഇവിടെ ഇന്റഗ്രൽ R raised to minus 2 dr between the limit R1 to R2 is equal to minus 4 pi k into integral T1 to T2 D2 DT. നമുക്കറിയാം R raised to n+1 by n+1 അല്ലെ. അപ്പൊ DQ by DT എന്ന് പറയുന്നത് R raised to n+1 minus 1 by minus 1 between the limit R1 to R2 minus 4 pi k into that 1 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. 1 എന്ന് പറയുന്നത് തന്നെ 1 into DT എടുക്കുമ്പോൾ നമുക്ക് അതിനെ T ആയിട്ട് എടുക്കാം. between the limits T1 to T2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് R raised to -1, ഈ മൈനസ് സൈൻ അവിടെ ഉണ്ട്, മറക്കരുത്. സോ DQ by DT ഒരു മൈനസ് സൈൻ ഇൻറ്റു 1 by R അല്ലെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 1 by R2 മൈനസ് 1 by R1 ആണ് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 pi k ഇൻറ്റു ദാറ്റ് T2 മൈനസ് T1. സോ നമുക്ക് വേണേൽ ഈ മൈനസ് സൈൻ നമുക്ക് യെസ് R2 കൂടുതലാണ്, അത് ഓർക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, DQ by DT ഇൻറ്റു മൈനസ് ഓഫ് നോക്കി R1 minus R2 division by R1 R2
that is equal to minus 4 pi k into T2 minus T1 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അവിടെ നിന്ന് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ഡി ക്യൂ ബൈ ഡി ടിക്ക് നമ്മൾ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? സോ നോക്കി ഒന്ന് നമുക്ക് ഏതാണ്ട് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. സോ മൈനസ് അവിടെയുണ്ട്, ഇവിടെ R2 കൂടുതലാണ്, അപ്പൊ ഈ മൈനസ് സൈനെ നമുക്ക് ഉള്ളിലോട്ട് എടുത്തേക്കാം, അപ്പൊ അത് കംഫർട്ട് ആണ്. സോ ഡി ക്യൂ ബൈ ഡി ടി ഇൻറ്റു R2 മൈനസ് R1 ബൈ R1 എന്ന് പറയുന്നത് മൈനസ് 4 പൈ കെ ഇൻറ്റു T2 മൈനസ് T1. ഈ T2 മൈനസ് T1 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് വേണ്ടത് വ്യത്യാസം എന്ന് പറയുന്നത് റേഡിയസുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ് അല്ലെ. ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് യെസ്, അപ്പോ R1 പ്രൊപ്പോർഷണൽ ടു R1 ഡിവിഷൻ ബൈ R2 മൈനസ് R1 എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എടുത്ത ആസ്പെക്ട് നമ്മൾ ഓർക്കുക, ഓരോ സ്പേസ് കഴിയുന്തോറും അവന്റെ റേഡിയസ് മാറി വരുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് റേഡിയൽ ഹീറ്റ് ഫ്ലോയ്ക്ക് ഏരിയ ക്രോസ് സെക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചത്. വളരെ ഗുഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. നമ്പർ 7, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A simple pendulum oscillating in air has a period T. The bob of the pendulum is completely immersed in a non-viscous liquid. The density of the liquid is 1/16th of the material of the bob. If the bob is inside the liquid all the time, it's a period of oscillation in this liquid. നമ്മള് സാധാരണ കേസിൽ നമുക്കറിയാം എയറിലെ ടൈം പീരീഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 2 pi into root of L by G. നമ്മളതൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ഏത് ഫാക്ടറിനാണ് വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്കറിയാന്നുള്ളത് യെസ്, ജി എഫക്റ്റീവ് മാത്രമാണ് അല്ലെ. യെസ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ അത്രസ്റ്റ് കാരണം എഫക്റ്റീവ് ജിക്ക് വ്യത്യാസപ്പെടുകയാണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന ഒരു ഡെൻസിറ്റി ഉള്ള ലിക്വിഡില് റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഉള്ള ഒരു ബോഡി വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ ആണെന്നുള്ള കാര്യം പറഞ്ഞത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് that is sigma, density of the liquid എന്ന് പറയുന്നത് 1/16th of the density of the body. That is a very important one. Rho cancel. So G into that is 16 minus 1 as a 15/16 ആയിട്ട് മാറിയ. So we can just substitute here that 2 pi into root of that L division by G into 15/16. So that is equal to നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം 2 pi into root L by G എന്ന് പറയുന്നത് G ആണ്. റൂട്ട് 16 എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറി 4 അല്ലെ, ഇൻറ്റു റൂട്ട് 1/15 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ 4t into root 1/15 and you get the answer as that third choice. സോ ഓർക്കുക, നമ്മൾ ഒരു ബോബിനെ ഒരു ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ വെയിറ്റിനോടൊപ്പം അവിടെ അത്രസ്റ്റ് ഒരു ഫാക്ടർ ആയിട്ട് വരും. വിസ്കസ് ഡ്രോയിങ് നമ്മൾ ഒഴിവാക്കും. സോ ദാറ്റ് അത്രസ്റ്റ് ഈസ് ദെയർ. അതുകൊണ്ട് തന്നെ ജിക്ക് എഫക്റ്റീവ് ആയിട്ട് അവിടെ വ്യത്യാസം വരികയാണ്. സോ ദാറ്റ് വാല്യൂ എന്ന് ഓർമ്മയിരിക്കട്ടെ, ജി ഡാഷ് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് സിഗ്മ ബൈ റോ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നോക്കണേ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. നോക്കി, a sound source S is moving along a straight track with a speed v. Yes, speed v, and is emitting sound of a frequency nu 0. An observer is standing at a finite distance at the point O from the track. The same. That is very important. The time of variation of frequency heard by the observer is best represented by, yes, T0 represent the instant when the distance between the source and the observer is minimum. അപ്പം ഇത് സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യാണ്, ഇവിടെ വരുമ്പോഴത്തേക്ക് മിനിമം സെപ്പറേഷൻ. അപ്പൊ ഇതുവരെ നമുക്കറിയാം ഇത് അപ്രോച്ചസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. അത് കഴിയുമ്പോഴത്തേക്കും ഇത് റിസീഡ്സ് എവേ എന്നുള്ള കോൺസെപ്റ്റ് ആണ്.
അപ്പോൾ ഫണ്ടമെന്റലി നമുക്കറിയാമെന്നുള്ളത് അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, റിസീഡ്സ് ആകുമ്പോഴത്തേക്കും അപ്പാരന്റ് ഫ്രീക്വൻസി കുറയും. ഇത്രയും കാര്യം നമുക്ക് വ്യക്തതയോടെ അറിയാം. അങ്ങനെയാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന കണ്ടീഷനിൽ വാട്ട് ഈസ് ദാറ്റ് ഫ്രീക്വൻസി അപ്പാരന്റ് ചേഞ്ച് എന്ന് പറയുന്നത് ന്യൂ സീറോ ഇൻറ്റു ദാറ്റ് വി ഡിവിഷൻ ബൈ ദാറ്റ് വി മൈനസ്, സോ ഇവിടെ വി എന്ന് പറയുന്നത് ഓർക്കണേ, ദാറ്റ് ഈസ് നമുക്ക് സി ആയിട്ട് എടുക്കാം. സേ നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, മൈനസ് ദാറ്റ് വെലോസിറ്റി. പക്ഷെ ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള റിലേറ്റ് അലോങ് ദ ലൈൻ ജോയിനിങ്ങിലുള്ള വെലോസിറ്റി ആയിരിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവ തമ്മിലുള്ള റിലേറ്റീവ് കോൺസെപ്റ്റിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എലോങ് ദെയർ ലൈൻ ജോയിനിങ് വി ക്യാൻ സേ ദാറ്റ് ഈസ് വി കോസ് തീറ്റ. സോ ദാറ്റ് ഈസ് വി കോസ് തീറ്റ. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അതേ സ്ഥാനത്ത് റിസീഡ്സ് അവേ എന്ന് പറയുമ്പോൾ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ന്യൂ സീറോ ഇൻറ്റു സി ബൈ ഉറപ്പിക്കണം ദാറ്റ് ഫ്രീക്വൻസി ഡിക്രീസസ് ആണ്. സോ ദ സെയിം കൺസെപ്റ്റ് വി ക്യാൻ സേ ദാറ്റ്. അപ്പൊ അവിടെ ഒരു കാര്യം ഉറപ്പായി, തീറ്റ എന്ന് പറയുന്ന കാര്യം കൂടുതലാകുന്നതിനനുസരിച്ച് കോസ് തീറ്റയുടെ വാല്യൂ ഡിക്രീസസ് ആണ് അല്ലെ? യെസ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അത് മനസ്സിലേക്ക് ഓർക്കണം. അപ്പൊ ഒരു നോൺ ലീനിയർ കർവാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി രണ്ട് കാര്യങ്ങൾ ഓർക്കണേ എപ്പോഴും. ഒന്ന്, നമ്മളുടെ അപ്രോച്ചസ് എന്നുള്ള കേസ് വരുമ്പോൾ നമ്മുടെ ഡോപ്ലർ എഫക്റ്റിന്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. റിസീഡ്സ് എന്ന് പറയുമ്പോൾ അത് ഡിക്രീസസ് ആയിരിക്കും. കാരണം ഈ ഡിനോമിനേറ്റർ രണ്ടും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി. ഇപ്പൊ നോൺ ലീനിയർ ആയിട്ട് യെസ്, ആദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിട്ടുള്ള കേസും ദെൻ ഡിക്രീസ് ആകുന്ന കേസും നമുക്ക് എക്സാക്ട് ആയിട്ട് സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ. നമ്പർ 9. Figure shows the charge versus voltage graph for series combination and parallel. അപ്പം എ എന്ന് പറയുന്നത് നമുക്ക് സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. കാരണം നോക്കാം സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളത് നമുക്ക് അതിന്റെ വാല്യൂ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഗുഡ്. യെസ്. ദ കപ്പാസിറ്റൻസസ് ആർ എന്തൊക്കെയാണെന്ന് നമുക്ക് സെൻസ് ചെയ്യാം. അപ്പൊ എയും ബിയും എന്ന് പറയുന്നത് അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അപ്പൊ ആദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് എടുക്കാം. നോക്കൂ, ഫസ്റ്റ് വൺ. അപ്പോൾ എ എന്ന് പറയുന്ന കേസിലേക്ക് നമ്മൾ ആ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ചാർജ് പൊട്ടൻഷ്യൽ നമുക്കറിയാം, ചാർജ് എന്ന് പറയുന്നത് സി വി ആണ് അല്ലെ? അപ്പോൾ ഈ ഒരു ഗ്രാഫ് പ്രകാരം എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ഒന്ന് എടുക്കും. ഡി ക്യൂ ബൈ ഡി വി അല്ലേ? അപ്പൊ അവിടെ കപ്പാസിറ്റൻസ് അല്ലേ കിട്ടുക? യെസ്. അപ്പൊ കപ്പാസിറ്റൻസ് ഒരു കോമ്പിനേഷനിൽ കൂടുതൽ വരുന്നത് എപ്പോഴാണ്? പാരലൽ കോമ്പിനേഷൻ വരുന്നതല്ലേ? അപ്പൊ എ എന്ന് പറയുന്നതിന്റെ ആംഗിൾ കൂടുതലല്ലേ? അപ്പൊ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് എടുക്കുകയാണ്. അപ്പൊ ആ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, എയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഈ വാല്യൂ അല്ലെ? സോ ഡെൽറ്റ ക്യൂ ഡിവിഷൻ ബൈ ഡെൽറ്റ വി എന്നൊരു ആസ്പെക്ട്സിൽ എടുത്താൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ഡിവിഷൻ ബൈ 10 എന്ന് പറയുന്നത് ഓർക്കണേ, ഈ 500 ഇൻറ്റു മ്യൂ ആണ്. So നമുക്ക് 50 മൈക്രോ ദാറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡ്. സോ സി ഇത് കൂടുതലായിട്ടുള്ള കേസാണ്, നോ ഡൗട്ട് ആയിട്ട് ആംഗിൾ കൂടുതലല്ലേ? അപ്പൊ നമുക്കത് സി പാരലൽ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ രണ്ടാമത്തെ കേസ് ബി എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് ആ ഡി ക്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് 80 ആണ് ബൈ ദാറ്റ് ഡെൽറ്റ വി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 8 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ അത് ഉറപ്പിച്ചു സീരീസ് എന്നുള്ള ആസ്പെക്ട്സിലാണ്. സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, രണ്ട് കേസസ് ഉണ്ടെങ്കിൽ C1 C2 ഡിവിഷൻ ബൈ C1 പ്ലസ് C2 ആണ് 8 μf ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ പാരലൽ ആയിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? C1 പ്ലസ് C2വിന്റെ വാല്യൂ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? 50 മൈക്രോ ഫാരഡ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി കഴിയും. അപ്പൊ അത് സോൾവ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് ഒന്ന് എടുത്തേ. നമ്മളെ C1 പ്ലസ് C2 എന്ന് പറയുന്നത് 50 അല്ലേ? അപ്പൊ നമുക്ക് C1 C2വിന് എന്ത് ഇക്വേഷൻ എഴുതാം? ദാറ്റ് 50 ഇൻറ്റു 8 എന്നുള്ള കോൺസെപ്റ്റ് എടുക്കാം അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 മ്യൂ സ്ക്വയർ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് C1ന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടും? 400 മ്യൂ സ്ക്വയർ ഡിവിഷൻ ബൈ C2 ആണ്. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? 400 മ്യൂ സ്ക്വയർ ബൈ C2
plus C2 equal to 50 mu f. ഇതിനെ ബേസ് ചെയ്തൊരു ക്വാഡ്രാറ്റിക് റിലേഷൻ ഒന്ന് ഉണ്ടാക്കി ആൻസർ ആയി കഴിഞ്ഞു. വളരെ വളരെ പ്രധാനം, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് കിട്ടും. പക്ഷെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. C2 സ്ക്വയർ മൈനസ് 50 മൈക്രോ C2 പ്ലസ് 400 മൈക്രോ സ്ക്വയർ. സോ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് വരാം. C2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ B minus B, so 50 micro, that plus or minus the root of B square, so 2500 mu square minus 4 into A into C as what, 400 mu square, that division by 2. So that is equal to, that is a 50 mu plus or minus the root of 1600 alle. Yes, 2500 il 1600 subtract ചെയ്താൽ 900 mu square, that division by 2 alle. So that is equal to 50 mu plus 30 plus or minus 30 mu division by 2 alle. ഇപ്പൊ രണ്ട് വാല്യൂസ് അവിടെ കിട്ടിക്കഴിഞ്ഞില്ലേ? 50 plus 30 40 micro by 2 എന്ന് 80 micro by 2. അപ്പൊ നമുക്ക് അതൊരു 40 ആയി അല്ലേ? യെസ്, ആദ്യത്തെ വാല്യൂ 40 micro. രണ്ടാമത്തതോ അതിൽ തന്നെ കിട്ടും നമുക്ക്. എങ്ങനെ? C1 plus C2 എന്ന് പറയുന്നത് 50 അല്ലേ? അപ്പോഴത്തേക്കും C2 എന്ന് പറയുന്നത് നമുക്ക് 40 ആണെങ്കിൽ C1 എന്ന് പറയുന്നത് 10 ആയി മാറിയില്ലേ? അതല്ലാതെ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. നോക്കിയേ, 50 minus 30 20, 20 by 2 10 microfarad. So 40 and 10, you get the answer exactly as A. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആ ഗ്രാഫ് കണ്ടപ്പോഴേ നമ്മൾ ഒന്നുകിൽ സ്ലോപ്പോ ഒന്ന് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ പറ്റും. പക്ഷെ അവിടെ ഓർക്കണം, ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ് വരുന്നത് അതിന്റെ പാരലൽ കോമ്പിനേഷൻ ആണെന്നുള്ള ആസ്പെക്ട് തിരിഞ്ഞു പോകരുത്. സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ അതിന്റെ വാല്യൂ എഫക്റ്റീവ് ഉള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുമെന്നുള്ള ആസ്പെക്ട് ഒരു കാരണവശാലും മറക്കരുത്. So we can move to the next question. See question number 10. ഒരല്പസമയം എടുക്കുമെങ്കിൽ പോലും നമുക്ക് ആൻസറിലേക്ക് നമുക്ക് ഉറപ്പിച്ചു വരാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. 6 equal resistances are connected between points P, Q and R. The net resistance will be maximum between. അപ്പൊ ഇവിടെ PR, PQ and QR. അപ്പൊ നമുക്ക് P and R ക്രോസ് ആയിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ പിയും ആറിനും ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ആറും ഈ ഒരു കോമ്പിനേഷനും സീരീസോടെ വരും അല്ലെ? യെസ്. അപ്പൊ ഇതെന്തായിട്ട് വരും? ആറും കൂടെ വരുമ്പോ പാരലൽ അല്ലേ? R/2. അപ്പൊ R/2 ഈ ആറും തമ്മിൽ എന്താണ്? സീരീസ് ആണ്. സോ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് R/2 R in സീരീസ്. അത് ദാ 3 മറ്റ് റെസിസ്റ്റേഴ്സിന് പാരലൽ അല്ലേ? ഇവൻ ആരാ? R/3 അല്ലേ? സോ ദാറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ P and R. ഇതിനെ സൊല്യൂഷനിലേക്ക് വരാൻ ശ്രമിച്ചേ. R/2 പ്ലസ് R. യെസ്, നമുക്ക് എക്സാക്ട്ലി നമുക്ക് കിട്ടി 3/2 R ആണ് ആ ആമിലുള്ളത്. പിന്നെ താഴെ നമുക്കുള്ളത് ആരാണ്? R/3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് വാല്യൂ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ P R എന്ന് പറയുന്നത് 3/2 R into R/3 by 3/2 R plus R/3. സോൾവ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 3/11 ആണ്. അപ്പൊ അടുത്ത കോൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് വരാം. ഇനി എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്? പി യും ക്യൂ അല്ലെ? അപ്പൊ ആ പി യും ക്യൂ എടുക്കുമ്പോൾ ഓർക്കണേ, ഇതാണ് നമ്മുടെ ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ R/3യും R/2വും സീരീസോടെ വരും, ലൈക്ക് ദിസ് വൺ. R/3 ആൻഡ് R/2. പിന്നെ ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് വൺ, ദാറ്റ് ഈസ് R. അപ്പൊ നമുക്ക് അത് എങ്ങനെ വരും? അപ്പൊ R/3 പ്ലസ് R/2 അത് മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 R. ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് R. അപ്പൊ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് സോ 5/6 R into R ഡിവിഷൻ ബൈ 5/6 R plus R ആണ്. സോ വി ഗെറ്റ് ദ വാല്യൂ, എഫക്റ്റീവ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 5/11 R ആയിട്ട് നമുക്ക് കിട്ടും. ഇതേ പാറ്റേണിൽ നമുക്ക് QR-നിടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ QR എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ് ഇവനും അക്രോസ് ആയിട്ടാണ്. അപ്പൊ R/3യും
R/3 സീരീസോടെ വരികയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് R/2 എന്ന് പറയുന്നത് അതിന് പാരലൽ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ we get the concept as is equal to 4/11R. ഇനി ഈ 3 കേസസ് ഒന്ന് നോക്കി ഏതിനായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. സോ we get 5/11 for the second option in between P and Q. So B as the answer. കണ്ടോ, നമുക്ക് കോൺസെപ്റ്റ് അറിയാം, നമുക്ക് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്തുവാനും നമുക്ക് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two concentric coils, each of radius equal to 2 pi centimeter. ഒരേ റേഡിയസ് ഉള്ള രണ്ട് കോൺസെൻട്രിക് കോയിൽസ് are placed at right angles to each other. 3 ampere and 4 ampere are the current flowing in each coil respectively. The magnetic induction in Weber per meter square at the center of coils will be. അപ്പൊ ഇതിന്റെ അലൈൻമെന്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതാണ് ഫസ്റ്റ് കോയിലിന്റെ അലൈൻമെന്റ് എങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കോൺസെൻട്രിക് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇത് I1 ആയിക്കോട്ടെ, ഇത് I2 ആയിക്കോട്ടെ, രണ്ടിനും ഒരേ റേഡിയസ്. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ജസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴേ ഓർക്കണം, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ് ഒന്നിലെങ്കിൽ അപ്പോ തമ്പ് പോയിന്റ് ചെയ്യപ്പെടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ B1. അപ്പൊ വാട്ട് അബൌട്ട് B2? ഇറ്റ് ഈസ് മേപ്പോട്ടാണ്. സോ B1 B2വിന്റെ ഡയറക്ഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പൊ അവ തമ്മിൽ ആക്ട് ചെയ്യുന്ന ആംഗിൾ 90 ആണെങ്കിൽ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് √B1² പ്ലസ് B2². സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അതാണ്. ഇനി നമ്മൾ ഒരു കാര്യം ഓർക്കുക, എന്താണ് B1, എന്താണ് B2? അപ്പൊ ഇവൻ 2π എന്ന് പറയുന്ന ഒരു സർക്കുലർ ആർക്കാണ്, അവൻ സെൻട്രലിലേക്ക് പൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ മറക്കരുതേ, μ0 ഡിവിഷൻ ബൈ 4π ഇൻറ്റു I ബൈ അവന്റെ റേഡിയസ് ഇൻറ്റു ദ ആംഗിൾ സബ്റ്റൻഡഡ്. അങ്ങനെ വരുമ്പോൾ ഇവിടത്തെ കേസ് വരുമ്പോഴേ ടോട്ടൽ ആയിട്ട് സർക്കുലർ കോയിൽ ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 2π ഇട്ടാൽ നമ്മുടെ കോൺസെപ്റ്റ് ആയി കഴിയും. അപ്പൊ നമ്മുടെ B1 is nothing but equal to μ0 by 4π into the current എന്ന് പറയുന്നത് ഓരോന്നിലും വ്യത്യാസമാണ്, മറക്കരുത്, ഇൻറ്റു 2π. അതേപോലെ B2 എന്ന് പറയുന്നത് we can say that is equal to μ0 by 4π into that I2 division by R into that 2π. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ബിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ μ0 by 4π into 2π division by R into that is a root of that variable എന്ന് പറയുന്നത് I1² plus I2². അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് മറന്നു പോകരുത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 to the power of -7. 2π by the radius എന്ന് പറയുന്നത് 2π സെന്റിമീറ്റർ എന്നുള്ള തരത്തിലാണ്. അപ്പൊ അതിനെ 10 to the power of -2 ആക്കണം, മറക്കരുത്. Then root I1² plus I2². I1 എന്ന് പറയുന്നത് 3 ആംപിയർ ആണ്, ദാറ്റ് I2 എന്ന് പറയുന്നത് 4 ആംപിയർ ആണ്, സോ 4² ആണ്. So 2π cancel ആണ് അല്ലെ. So √3² plus 4² become 5. Good. So we get the value as 5 into 10 to the power of -7 -2. So 10 to the power of -5. So we get the answer as that D choice. So that is the question number 11. വളരെ ഗുഡ് ആയിട്ടുള്ള മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ഒരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In Young's doubles experiment, the slits are separated by 0.5 mm and the screen is placed 150 centimeter away. A beam of light consisting of two wavelengths 650 nm and 520 nm is used to obtain interference fringes on the screen. The least distance from the common central maxima to the point where the bright fringes due to both the wavelength coincide. So, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്, look,
നമ്മുടെ രണ്ട് സോഴ്സുകളെയും കുറിച്ച് ഒന്ന് ഓർക്കുക. യെസ്, അവ തമ്മിലുള്ള ഗ്യാപ്പ് ബി ആണെന്നിരിക്കട്ടെ, സ്മോൾ ഡി. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനാണ്. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ നമുക്ക് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. അപ്പോൾ അടുത്ത അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഒരു പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഓർക്കേണ്ടത് അവിടെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നത്. യെസ്, ദ പോയിന്റ് വേർ ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ്, എത്രാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് കേസസിനും സെയിം ആയിരിക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ വേവ് ലെന്ത് 1 ആയിട്ട് എടുക്കാം, ഇത് 2 ആണെങ്കിൽ യെസ്, N1 ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് അവിടെയെങ്കിൽ നമ്മുടെ ഈ y എന്ന് പറയുന്ന കേസസ്, y എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് രണ്ട് കേസിനും സെയിം എന്നല്ലേ അർത്ഥം? എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിന് വി ക്യാൻ റൈറ്റ് ആസ് N1 into β1, it should be equal to N2 into β2. അപ്പൊ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് N1 ആയിട്ട് എടുത്താൽ that fringe width is lambda capital D by small d. For the first one we can write lambda 1. ഇതിന്റെ സെറ്റപ്പ് രണ്ട് കേസസിലും സെയിം അല്ലേ? സോ N2 into lambda 2 capital D by small d ക്യാൻസൽ ചെയ്യാം. സോ N1 lambda 1 equal to N2 lambda 2. അപ്പോൾ ആദ്യത്തെ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ N1 നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആ ഏരിയയിലുണ്ട്. അത് രണ്ടാമത്തത് ഉപയോഗിക്കുമ്പോൾ N2 നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ്. അങ്ങനെയാണെങ്കിൽ N1 by N2 take the value as is equal to lambda 2 by lambda 1 എന്ന് നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം what is lambda 2. അപ്പൊ lambda 2 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് 520 by 650 അല്ലേ? സോ we get the value as is equal to 4 by 5. അപ്പൊ നമുക്ക് N1 എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് ഉപയോഗിക്കുമ്പോൾ 4 ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് വൺ എടുക്കുമ്പോൾ 5 എണ്ണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം that the least distance from the common central maximum. So we can write as y is equal to N1 lambda d division by small d. So that is equal to 4 into what is lambda 1 as a 650 into 10 to the power of minus 9 into that 150 centimeter division by small d as is equal to 0.5 into 10 to the power of minus 3. And on solving you get the value as is equal to 7.8 into 10 to the power of minus 3 meter, that is 7.8 millimeter. So നമ്മൾ യങ്സ് മോഡുലസുമായി നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ എന്താണ് ഫ്രിഞ്ച് വിഡ്ത്ത്, അതോടൊപ്പം കണ്ടീഷൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, the location of the nth bright fringe, the location of nth dark fringe, ഇതൊക്കെ വളരെ കൃത്യതയോടെ നോക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹൗ ദ ഇന്റൻസിറ്റി വേരീസ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നോക്കണേ, നമ്പർ 13, two particles move at a right angle to each other. So keep in mind, so one particle that is moving like this one and another particle it is moving like this one. Their de Broglie wavelength are given as lambda 1 lambda 2. The particles suffer perfectly inelastic collision. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേരുകയാണ് after collision. The de Broglie wavelength of the final particle is. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആയിരിക്കും ഉറപ്പായിട്ട്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ലുക്ക്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൊമെന്റം കൺസർവ്ഡ് ആകണം എന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ മൊമെന്റം P1 ആണ്, ഇതിന്റെ മൊമെന്റം P2 ആണെങ്കിൽ ഈ റിസൾട്ടന്റ് മൊമെന്റം എന്ന് പറയുന്നത് √P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ ആയിരിക്കും. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് lambda 1 എന്ന് പറയുന്നത് h/P1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ? അപ്പൊ lambda 2 എന്ന് പറയുന്നത് h/P2 ആയിരിക്കത്തില്ലേ? അപ്പൊ റിസൾട്ടന്റ് ലാംഡ എന്ന് പറയുന്നത് h ഡിവിഷൻ ബൈ P ആണെങ്കിൽ നമുക്ക് P സ്ക്വയർ ഇസ് ഈക്വൽ ടു P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ എന്നല്ലേ എഴുതാൻ പറ്റുക?
അങ്ങനെയാണെങ്കിൽ അത് h square division by lambda square എന്ന് പറയുന്നത് we can write it to be is equal to h square division by lambda 1 square plus h square division by lambda 2 square. So that is 1 by lambda square equal to 1 by lambda 1 square plus 1 by lambda 2 square. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മുടെ ഡി ബോഗ്ലി വേവ് ലെങ്ത് കൊളീഷനുമായിട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ കൺസർവേഷൻ ഓഫ് മൊമെന്റം എടുക്കാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ബിഫോർ എത്രയായിരുന്നു അത് തന്നെ ആയിരിക്കണം ആഫ്റ്റർ. സ്വാഭാവികപരമായിട്ടും ഇവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് നമ്മുടെ റിസൾട്ടന്റ് മൊമെന്റം എന്ന് പറയുന്നത് √p1² + p2². പിന്നെ നമ്മൾ സാധാരണ ഡി ബോഗ്ലി വേവ് ലെങ്തിന്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ we get the aspect. Number 14. Look, a good question is waiting here. A common emitter amplifier circuit built using an NPN transistor. It's the DC current gain, that is beta, that is given as is equal to 250, and that RC value is given as 1 kilo ohm, and VCC, that is given as a 10 volt. What is the minimum base current for VCE to reach saturation? So VCE എന്ന് പറയുന്നത് മിനിമം ആയിട്ട് മാറുന്ന കോൺസെപ്റ്റ്. VCE മിനിമം ആകുന്ന കേസസിൽ നമുക്ക് എന്താണ് ബേസ് കറണ്ട്? IB ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അവിടുത്തെ പൊട്ടൻഷ്യൽ VB ആണെങ്കിൽ IB RB ആയിട്ട് നമുക്ക് കാണിച്ചു തരും. എന്ന് പറയുമ്പോൾ IB കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ VB by RB ആണ്. ഇവിടെ ബീറ്റ ഉണ്ട്, പക്ഷെ RC ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഇവിടെ VCC അതാ സാധാരണ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് പൊട്ടൻഷ്യൽ VB ആണ്, അല്ലെ? ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ബൈ ഇൻപുട്ട് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ വോൾട്ടേജ് ഗെയിൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? So that is equal to VCC by VB ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്കറിയാം കറണ്ട് ഗെയിൻ ഇൻറ്റു ദാറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഗെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെ? റെസിസ്റ്റൻസ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്, RC ഡിവിഷൻ ബൈ RB. അപ്പൊ നമുക്ക് വേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് VB by RB ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VCC by ബീറ്റ ഇൻറ്റു RC ആണ് നമ്മളുടെ ബേസ് കറണ്ട് എന്നർത്ഥം. That is equal to VCC. It is given as is equal to 10 division by 250 into, so 10 division by, yes, 250 into RC as 1 kilo. So you get the answer as is equal to as 4 into 10 to the power of -5. So that we can say as a 40 microampere. That means A as the choice. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം അവർ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി. പല സിലബസിലും ഇത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് വായിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ചാനലിൽ തന്നെ നമ്മുടെ കീമിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സിന് ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിന്റെ അത്യാവശ്യ തിയറി അതിനകത്ത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. You can go with that. In an amplitude modulator circuit, the carrier wave that is given as a CT is equal to 4 sin 2000 pi t, while the modulating signal that is labeled as a 2 sin that 2000 pi t. The values of modulation index and lower sideband frequency are. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് that is EC into sin omega t. അപ്പൊ EC എന്ന് പറയുന്നത് 4 ആണ്, അല്ലെ? അതോടൊപ്പം ഒമേഗ സി എന്ന് പറയുമ്പോൾ 2πfc എന്ന് പറയുന്നതാണ് 2000 പൈ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ പൈ ക്യാൻസൽ. സോ നമുക്ക് കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2000 by 2 as 1000. ഇവിടെ 20,000 ആണ്, മറക്കരുത്. അപ്പൊ 20,000 by 2, അപ്പൊ നമുക്ക് 10,000 എന്ന് നമുക്ക് കിട്ടും. എന്ന് പറയുമ്പോൾ 10 കിലോ ഹെർട്സ് ആണ് നമ്മളുടെ കരിയർ ഫ്രീക്വൻസി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ മോഡുലേറ്റിംഗ് വേവ് എന്ന് നോക്കി, that is we can write it to be EM sin omega m into t.
അപ്പോൾ ഒമേഗ എം ആണ് പറയുന്നതാണ് നമ്മുടെ 2000 പൈ ആയിട്ട് ഇവിടെ തന്നിരിക്കുക. അപ്പോൾ 2 പൈ എഫ് എം എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 2000 പൈ. സോ പൈ ക്യാൻസൽ. സോ എഫ് എം എന്ന് പറയുന്നത് 1000 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ എന്നോ അല്ലെങ്കിൽ എം എന്നോ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓർക്കണേ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ്. സോ ദാറ്റ് ഈസ് ആസ്പെക്ട് there. സോ ഇ എം ബൈ ഇ സി. എന്താണ് ഇ എം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ദാറ്റ് ഈസ് ആസ്പെക്ട്. Then we needed to find what is the lower sideband frequency. The lower sideband frequency is Fc minus Fm. So that is the concept there. Frequency of the carrier wave is 10 kilohertz minus. The frequency for the modulating wave on the it is 1 kilohertz, and you can write it to be as is equal to 9 kilohertz as the concept. That means you get the answer as the fourth option, D as the answer. So dear students, so this is our third model question for IIT. So try to do it. Becomes so helpful for you. So ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സോ നന്നായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്ററിലെയും തിയറി നന്നായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒരു പരിധിവരെ ഒരു ജെഇ മെയിൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് IIT എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്.